വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വറൽ. ഇനി ഞാൻ പറയാണ് റോ ലെവലിൽ എനിക്ക് ഡാറ്റ എലിമിനേറ്റ് ചെയ്യണം. എല്ലാ റോയും വേണ്ട, 3 റോയാണ് നമുക്കുള്ളത്. കോളംസ് എല്ലാം വേണം, പക്ഷെ അതിൽ എനിക്ക് എന്തെങ്കിലും ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് വേർ കണ്ടീഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ പറയാണ്, ഇവിടെ എനിക്ക് പ്രൊഡക്റ്റ് കാണിക്കുന്നത് നമ്മളൊരു ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻ ഒക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കും. ആ ഇ കൊമേഴ്സ് ആപ്ലിക്കേഷനിൽ സ്റ്റോക്കിൽ ഇല്ലാത്ത പ്രൊഡക്റ്റ് വെറുതെ കസ്റ്റമേഴ്സിനെ കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഒന്നുകിൽ സ്റ്റോക്ക് ഇല്ലാത്തത് ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് അവിടെ കാണിക്കാം, അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്ത് കാണിക്കുന്നേ ഇല്ല എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ യൂസർ ഫിൽട്ടർ ചെയ്തിട്ടുണ്ട്, ഓക്കെ സ്റ്റോക്ക് ഉള്ളത് മാത്രം കാണിക്കാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ക്വറി എന്ന് പറയുന്നത് സ്റ്റോക്ക് ക്വാണ്ടിറ്റി ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള മാത്രം കാണിക്കാം. അപ്പൊ അതിനുള്ള ക്വറി നമ്മളൊരു വേർ കണ്ടീഷൻ കൂടെ അപ്ലൈ ചെയ്താണ്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു ക്വറി ഉപയോഗിച്ചിട്ട് ക്വാണ്ടിറ്റി 5ഉം 10 ഉള്ളത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, 0 ഉള്ളത് കിട്ടിയില്ല. സെലക്ട് സ്റ്റാർ ഫ്രം പ്രൊഡക്റ്റ് വേർ സ്റ്റോക്ക് ക്വാണ്ടിറ്റി ഗ്രേറ്റർ ദാൻ 0. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യും, അവിടെ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്തു. ഇങ്ങനെ കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേർ ഉപയോഗിക്കുന്നത്. അപ്പൊ വേറിൽ നമ്മളൊരു കണ്ടീഷൻ അപ്ലൈ ചെയ്തു. ഇതേപോലെ ഒന്നിലധികം കണ്ടീഷൻസ് നമുക്ക് ഈ ഒരു വേർ ക്ലോസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ക്വാണ്ടിറ്റി ചെക്ക് ചെയ്തു. ഇനി നമ്മൾ പറയാണ് ഒരു കണ്ടീഷനും കൂടെ ചെക്ക് ചെയ്യണം, പ്രൈസ് 100-നേക്കാൾ ചെറുതും കൂടെ ആയിരിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ആൻഡ് കൊടുക്കും. ആൻഡ് ഈ കണ്ടീഷന്റെ കൂടെ ഈ ഒരു അടുത്ത കണ്ടീഷനും കൂടെ പാസ് ആവണം എന്നാണ് പറയുന്നത്. പ്രൈസ് ലെസ് ദാൻ 100 റൺ ചെയ്യാണ്. റൺ ചെയ്തപ്പോൾ നമുക്ക് പ്രൈസ് ലെസ് ദാൻ 100ഉം സ്റ്റോക്ക് ക്വാണ്ടിറ്റി ഗ്രേറ്റർ ദാൻ 0ഉം ആയിട്ടുള്ള ഒരു റോ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു റോ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര കണ്ടീഷൻസ് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇനി ആൻഡിന് പകരം ഓർ ആണ് ഉപയോഗിക്കുന്നെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ പാസ്സായ റെക്കോർഡ് കിട്ടും. ഈ സ്റ്റോക്ക് ക്വാണ്ടിറ്റി ഗ്രേറ്റർ ദാൻ 0 ആയതോ അല്ലെങ്കിൽ പ്രൈസ് ലെസ് ദാൻ 100 ആയിട്ടുള്ള റെക്കോർഡ് കിട്ടും. അത് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ 3 റെക്കോർഡും ഇത് പാസ്സാണ്. അതായത് സ്റ്റോക്ക് ക്വാണ്ടിറ്റി ഗ്രേറ്റർ ദാൻ 0, യെസ്, ആദ്യത്തെ ഗ്രേറ്റർ ദാൻ 0, രണ്ടാമത്തേന് സ്റ്റോക്ക് ക്വാണ്ടിറ്റി ഗ്രേറ്റർ ദാൻ 0 അല്ല, 0 ആണ്. അപ്പൊ എന്ത് ചെയ്യും, അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യും പോയിട്ട്. പ്രൈസ് ലെസ് ദാൻ 100 ആണോ, യെസ് ലെസ് ദാൻ 100, അപ്പൊ ആ റെക്കോർഡ് എടുത്തു. അടുത്തത് ആദ്യത്തെ കണ്ടീഷൻ തന്നെ സക്സസ് ആയി, സ്റ്റോക്ക് ക്വാണ്ടിറ്റി ഗ്രേറ്റർ ദാൻ 0 ആണ്, അപ്പൊ അത് എടുത്തു. അങ്ങനെ 3 റെക്കോർഡ് നമുക്ക് കിട്ടി. ഇനി ഇങ്ങനെ കണ്ടീഷൻ കൊടുക്കുന്ന സമയത്ത് ഓറും ആൻഡും ഒക്കെ നിങ്ങൾക്ക് മിക്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഓർ കണ്ടീഷനും അടുത്തൊരു ആൻഡ് കണ്ടീഷനും കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഗ്രൂപ്പ് ചെയ്യണം. അതിനെ ഇത് രണ്ടും തമ്മിലാണ് ഓർ ചെയ്യേണ്ടതെങ്കിൽ ആ രണ്ടും നിങ്ങൾ ഗ്രൂപ്പ് ചെയ്തിട്ട് ഒരു ബ്രാക്കറ്റിന്റെ ഉള്ളിലാക്കുക. എന്നിട്ടായിരിക്കണം അടുത്ത ആൻഡ് കണ്ടീഷൻ കൊടുക്കുന്നത്. ആൻഡ് കൊടുത്തിട്ട് അടുത്ത കണ്ടീഷൻ എന്താണോ അവിടെ കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യും, ഈ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് ആ റിസൾട്ടിനായിരിക്കും പിന്നെ ആൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് ആൻഡ് ഇട്ട് കഴിഞ്ഞാൽ MySQL കൺഫ്യൂസ്ഡ് ആവും. ഈ കൊറിയും ഈ ആൻഡ് കഴിഞ്ഞിട്ടുള്ള കൊറിയും തമ്മിലാണോ ആൻഡ് ചെയ്യേണ്ടതോ ഈ ഒരു കൊറിയും ഈ കൊറിയും തമ്മിൽ ഓർ ആണോ ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ വരും. നമ്മൾ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഓരോ ബ്ലോക്കും ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കല, അതേപോലെ തന്നെ ബ്രാക്കറ്റിൽ ഇട്ട് കൊടുത്തിരിക്കണം. ഒന്നിലധികം നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള കണ്ടീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ. ആൻഡ് മാത്രമാണ്, എല്ലായിടത്തും നിങ്ങൾ ആൻഡോ ഓറോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എല്ലാ കണ്ടീഷൻ തമ്മിലുള്ള ഒരേ കണ്ടീഷനാണ് നിങ്ങൾ കൊടുക്കുന്നത്. അതായത് ആൻഡ് ഈ കണ്ടീഷൻ പാസ്സാണ്, അടുത്തത് ആൻഡ് ഈ കണ്ടീഷൻ പാസ്സാണ്, മൂന്നാമത്തെ കണ്ടീഷൻ പാസ്സാവണമെന്നുണ്ടെങ്കിൽ ബ്രാക്കറ്റ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഒന്നിലധികം ആൻഡ് ഒരുമിച്ച് കൊടുക്കാം. ആൻഡും ഓറും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ കൊടുക്കേണ്ടത്.